23 വയസ്സ് മാത്രം പ്രായമുള്ള മലയാളി യൂട്യൂബർ മാഹീൻ തൻ്റെ ഹിച്ച് ഹൈക്കിംഗ് നൊമാഡ് എന്ന ചാനൽ വഴി മലയാളികളുടെ മനം കവർന്നിരിക്കുന്നു. സുഡാനിൽ വെച്ച് യുദ്ധമേഖലയിൽ കുടുങ്ങിപ്പോയ മാഹീൻ്റെ റിപ്പോർട്ട് BBC പോലും പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ദിവസങ്ങളോളം സുഡാനിലെ ഖാർത്തൂം നഗരത്തിൽ കുടുങ്ങിപ്പോയ മാഹീൻ്റെ റിപ്പോർട്ടിംഗ് 25 അന്തർദേശീയ മാധ്യമങ്ങൾ ടെലികാസ്റ്റ് ചെയ്തു. BBC അതിൽ ഒരെണ്ണമാണ്. ഇത്തരത്തിൽ യാദൃച്ഛികമായി ഒരു യുദ്ധ കറസ്പോണ്ടൻ്റായി മാഹീൻ മാറുകയും അധികം ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് സുഡാനിൽ നിന്ന് എത്യോപ്യയിലേക്ക് രക്ഷപ്പെടാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു. മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു യൂട്യൂബറാണെങ്കിലും അദ്ദേഹം അഫ്ഗാനിസ്ഥാനിൽ പോവുകയും താലിബാൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുകയും ചെയ്തപ്പോൾ വമ്പിച്ച എതിർപ്പുണ്ടായി. താലിബാന്റെ തീവ്രവാദത്തെ മാഹീൻ സപ്പോർട്ട് ചെയ്തു എന്ന രീതിയിലായിരുന്നു കേരളത്തിലുണ്ടായ വിമർശനം. എന്നാൽ മാഹീൻ അപകടകരമായ ഒരു സാഹസിക യാത്ര അഫ്ഗാനിസ്ഥാനിലേക്ക് നടത്തുകയും താലിബാന്റെ പിടിയിലായി ജയിലിൽ കഴിയുകയും പിന്നീട് അവരുമായി സൗഹാർദ്ദം സ്ഥാപിച്ച് തന്ത്രത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെടുകയുമായിരുന്നു ചെയ്തിരുന്നത്. മാഹീൻ സന്ദർശിച്ച രാജ്യങ്ങളുടെ എണ്ണം ഒറ്റവാചകത്തിൽ പറഞ്ഞു തീർക്കാൻ പറ്റുകയില്ല. നേപ്പാളിലും കസാക്കിസ്ഥാനിലും ഉസ്ബെക്കിസ്ഥാനിലും താജിക്കിസ്ഥാനിലും അദ്ദേഹം പോയിട്ടുണ്ട്. ഇറാനിലും ഇറാഖിലും ജോർദാനിലും ഈജിപ്തിലും സുഡാനിലും എത്യോപ്യയിലും അദ്ദേഹം പോയിട്ടുണ്ട്. ഏത് രാജ്യത്ത് പോകണമെന്ന് മുൻകൂട്ടി തീരുമാനിക്കുകയോ കാര്യങ്ങൾ പഠിക്കുകയോ ചെയ്യുന്ന സ്വഭാവം മാഹീനില്ല. അതുകൊണ്ട് പലപ്പോഴും ചെറിയ തോതിലുള്ള തെറ്റുകൾ അദ്ദേഹത്തിൻ്റെ വർണ്ണനകളിൽ ഉണ്ടാവുന്നത് ചില ആളുകൾ വലിയ കാര്യമാക്കാറുണ്ട്. എന്നാൽ ഓരോ രാജ്യങ്ങളും കണ്ട് കാര്യങ്ങൾ പഠിക്കുന്ന മാഹീൻ്റെ രീതി മുൻകൂട്ടി പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉയർന്നതാണെന്ന് പലരും മനസ്സിലാക്കുന്നില്ല. മാഹീൻ പറയുന്നത് ഓൺസൈറ്റ് റിസർച്ചാണ് അഡ്വാൻസ് റിസർച്ചിനേക്കാൾ നല്ലത് എന്നാണ്. ഇത്തരത്തിലുള്ള സമീപനം ഉള്ളതുകൊണ്ട് മാഹീൻ്റെ വർണ്ണനകൾക്ക് ഒരു സ്പോണ്ടാനിറ്റിയും അതിൻ്റെതായ ഒരു സൗന്ദര്യവും ഉണ്ടായിട്ടുണ്ട്. മാഹീൻ ഒരു യഥാർത്ഥ ഹിച്ച് ഹൈക്കറാണ്. ടാക്സിയിലും തീവണ്ടിയിലും യാത്ര ചെയ്യാതെ ലോറികളിലും സൗജന്യമായി യാത്ര ഓഫർ ചെയ്യുന്ന ടാക്സികളിലും മാത്രമാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. സ്വന്തമായി കൂടാരം കെട്ടുകയും ഭക്ഷണമുണ്ടാക്കുകയും ചെയ്യുന്ന മാഹീൻ്റെ രീതി ചിലപ്പോൾ പരിചയമില്ലാത്ത ആളുകളുടെ വീടുകളിൽ ലഭിക്കുന്ന സൽക്കാരത്തിലേക്കും നീണ്ടുപോകാറുണ്ട്. 3 കാര്യങ്ങൾ കൊണ്ട് മാഹീൻ ശ്രദ്ധിക്കപ്പെടുന്നു. 1, അദ്ദേഹത്തിന് പ്രായം കുറവാണ്. വേറൊന്ന്, അദ്ദേഹം സൗജന്യമായി ലഭിക്കുന്ന വാഹനങ്ങളിൽ മാത്രമേ യാത്ര ചെയ്യാറുള്ളൂ. 3-മതായി, അദ്ദേഹം വലിയ തോതിൽ അപകടം നിറഞ്ഞ യാത്രകൾ നടത്തുവാൻ മടിയില്ലാത്ത ആളാണ്. യാത്രയിലൂടെ കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ള മാഹീൻ കോളേജ് വിദ്യാഭ്യാസം പകുതിക്ക് വെച്ച് നിർത്തിയ ഒരു തിരുവനന്തപുരം സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും ഇത്തരം യാത്രകൾക്ക് പൂർണ്ണമായ പിന്തുണ നൽകുന്നുണ്ടെങ്കിലും അപകടകരമായ യാത്രകൾ ഉപേക്ഷിക്കണമെന്ന് നിരന്തരമായി ആവശ്യപ്പെടുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിലേക്കുള്ള യാത്ര അച്ഛനുമായി പിണക്കമുണ്ടാവാൻ പോലും കാരണമായി. എന്ന് മാത്രമല്ല, കേരള പോലീസ് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുകയും രക്ഷിതാക്കളെ ചോദ്യം ചെയ്യുകയും ചെയ്യാൻ കാരണമായതും അഫ്ഗാനിസ്ഥാനിലേക്കുള്ള യാത്രയാണ്. ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് മാഹീനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എങ്കിലും അദ്ദേഹത്തിൻ്റെ യാത്രകൾ ഗവൺമെൻറ് വിലക്കിയിട്ടില്ല. ഭാവിയിൽ അദ്ദേഹം നിരീക്ഷണത്തിലായിരിക്കുമെന്നാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാട്. അഫ്ഗാനിസ്ഥാനിലേക്കുള്ള യാത്രയാണ് ഇതിന് കാരണമായത്. ഒറ്റയടിക്ക് വിദേശയാത്രകൾ നടത്തുന്നതിന് മുമ്പ് സഞ്ചാരികൾ ഇന്ത്യ മുഴുവൻ കണ്ട് അനുഭവങ്ങൾ കരുപ്പിടിക്കണമെന്ന് മാഹീൻ ഉപദേശം നൽകുന്നു. ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ പെൺകുട്ടികളുടെ കൂടെ യാത്ര ചെയ്തപ്പോൾ സദാചാര പോലീസിൻ്റെ ആക്രമണം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇറാനിൽ കള്ളക്കടത്തുകാരുടെയും മയക്കുമരുന്ന് വ്യാപാരികളുടെയും കൂടെ യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പല രാജ്യങ്ങളിലും സ്വവർഗ അനുരാഗികളായ പുരുഷന്മാരുടെ സ്നേഹപ്രകടനങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. എങ്കിലും ഇതൊന്നും കാര്യമാക്കാതെ കഴിഞ്ഞ 6 വർഷമായി മാഹീൻ യാത്ര തുടരുന്നു. ഹിച്ച് ഹൈക്കിംഗ് നൊമാഡ് എന്ന അദ്ദേഹത്തിൻ്റെ ചാനൽ 7 ലക്ഷം സബ്സ്ക്രൈബേഴ്സിനെ നേടിക്കഴിഞ്ഞു. 677 വീഡിയോകൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സോമാലിലാൻഡിൽ പോയപ്പോൾ അവിടുത്തെ മണി മാർക്കറ്റും സോമാലിയയിൽ പോയപ്പോൾ പെരുന്നാൾ ആഘോഷവും അദ്ദേഹം ചിത്രീകരിച്ചു. ഇറാഖിൻ്റെ സംസ്ഥാനമായ കുർദിസ്ഥാനിൽ പോയപ്പോൾ പൂർണ്ണമായ രാജ്യപദവിക്ക് വേണ്ടി ആവശ്യപ്പെടുന്ന കുർദു വംശജരുടെ ചെകുത്താൻ സേവ പോലെയുള്ള ആചാരങ്ങൾ നേരിട്ട് കാണുവാൻ മാഹീന് അവസരമുണ്ടായി. കുർദിസ്ഥാനിലെ ടാക്സി ഡ്രൈവർമാർ സൗജന്യമായി അദ്ദേഹത്തെ യസീദികളുടെ ചെകുത്താൻ സേവ നടത്തുന്ന അമ്പലത്തിൽ എത്തിക്കുകയുണ്ടായി. എങ്കിലും ഷെയ്ത്താൻ എന്ന വാക്ക് ഉച്ചരിക്കുവാൻ മാഹീൻ ധൈര്യപ്പെട്ടില്ല. കാരണം ഷെയ്ത്താനെ ആരാധിക്കുന്ന ആളുകളാണ് യസീദി ക്ഷേത്രത്തിൽ വരുന്നവരൊക്കെ. അതുകൊണ്ട് അദ്ദേഹം ഭൂതം, പിശാചി തുടങ്ങിയ മലയാള വാക്കുകൾ ഉപയോഗിച്ചാണ് നമ്മോട് സംസാരിക്കുന്നത്.
ഷെയ്ത്താൻ എന്ന് എഴുതി കാണിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. യസീദി വസ്ത്രമണിഞ്ഞ ഒരു ഗ്രാമീണനെ അദ്ദേഹം പരിചയപ്പെടുകയും ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യിക്കുകയും ചെയ്യുന്നു. യസീദികളുടെ ക്ഷേത്രത്തിനുള്ളിലെ ഗുഹകളിൽ വിചിത്രമായ ആചാരങ്ങൾ കണ്ട് മാഹീൻ പോലും അല്പം ഭയപ്പെടേണ്ടി വന്നു. കുർദിഷ് ഭാഷയിൽ സ്പോസ് എന്ന് പറഞ്ഞാൽ താങ്ക് യു എന്നാണ്. ഈ വാക്ക് മാഹീൻ പഠിക്കുകയും പലതവണ പ്രയോഗിക്കുകയും ചെയ്തു. തിരിച്ച് ഒരു വാനിൻ്റെ പുറകിൽ അള്ളിപ്പിടിച്ച് ഒരു കൈയിൽ സെൽഫി സ്റ്റിക്കുമായി യാത്ര ചെയ്യുന്ന മാഹീൻ്റെ അപകടകരമായ രീതി നമ്മെ അമ്പരപ്പിക്കുന്നു. ഈ സമയത്തൊക്കെ മാഹീൻ ഭാരം കൂടിയ ഒരു ബാക്ക് പാക്ക് ചുമക്കുന്നുണ്ട്. ഇത് കാണുന്ന ടാക്സി ഡ്രൈവർ അദ്ദേഹത്തെ വീട്ടിൽ വന്ന് അല്പം ഉറങ്ങുവാൻ ക്ഷണിക്കുന്നുവെങ്കിലും അതിർത്തി മുറിച്ചു കടക്കുവാനുള്ള തിരക്കിൽ മാഹീൻ ഈ ക്ഷണം സ്വീകരിക്കുന്നില്ല. ആഫ്രിക്കയുടെ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള എറിട്രിയ എന്ന രാജ്യത്തിൽ മാഹീൻ എത്തിയപ്പോൾ കർക്കശമായ കമ്മ്യൂണിസ്റ്റ് ഭരണമുള്ള ഈ രാജ്യത്തിലെ ഏകാധിപത്യം അദ്ദേഹത്തെ അമ്പരപ്പിച്ചു. ആഫ്രിക്കയിലെ വടക്കൻ കൊറിയ എന്നാണ് മാഹീൻ എറിട്രിയയെ വിശേഷിപ്പിക്കുന്നത്. എറിട്രിയയിലേക്ക് ലാൻഡ് എൻട്രി അനുവദിക്കാത്തതുകൊണ്ട് മാഹീൻ വിമാനത്തിൽ യാത്ര ചെയ്യുവാൻ നിർബന്ധിതനാകുന്നു. എറിട്രിയയുടെ തലസ്ഥാനമായ അസ്മാറ നഗരത്തിൽ വെച്ച് സുന്ദരികളായ 2 കോളേജ് വിദ്യാർത്ഥിനികളെ അദ്ദേഹം പരിചയപ്പെടുകയും 5 മിനിറ്റ് കൊണ്ട് വളച്ചെടുക്കുകയും ചെയ്യുന്നു. പിന്നീട് ഈ പെൺകുട്ടികൾ അദ്ദേഹത്തോടൊപ്പം നഗരം കാണുവാൻ തയ്യാറാവുന്നു. എറിട്രിയയിൽ നിർബന്ധ സൈനിക സേവനം ഉണ്ടാക്കുന്ന അസൗകര്യങ്ങളെക്കുറിച്ച് പെൺകുട്ടികൾ മാഹീനോട് തുറന്നു പറയുന്നു. 5 മിനിറ്റ് കൊണ്ട് 2 പെൺകുട്ടികളെ വളച്ചെടുത്ത മാഹീൻ്റെ സാമർഥ്യം മലയാളികളെ അമ്പരപ്പിക്കുന്നു. എന്നാൽ എറിട്രിയയിൽ ദീർഘകാലം താമസിച്ച ഒരു വ്യക്തി എന്ന നിലക്ക് എനിക്ക് അവിടുത്തെ ആളുകളുടെ സ്വാതന്ത്ര്യവും സംസ്കാരവും എന്താണെന്ന് അറിയുന്നതുകൊണ്ട് ഇതിൽ വലിയ അത്ഭുതം തോന്നിയില്ല. എറിട്രിയയിലെ പെൺകുട്ടികളെ ആർക്ക് വേണമെങ്കിലും പ്രേമിക്കുവാനും കൂടെ കൊണ്ടു നടക്കുവാനുമുള്ള സ്വാതന്ത്ര്യം അവിടുത്തെ ഗവൺമെൻറ് നൽകിയിട്ടുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള അതേ രീതിയിലാണ് എറിട്രിയൻ പെൺകുട്ടികൾ പുരുഷന്മാരോട് പെരുമാറുന്നത്. അതുകൊണ്ട് നെതർലാൻഡ്സിൽ എന്തൊക്കെ സംഭവിക്കാം അതൊക്കെ എറിട്രിയയിലും സംഭവിക്കാൻ യാതൊരു പ്രയാസവുമില്ല. എറിട്രിയയുടെ അയൽരാജ്യമായ ജിബൂട്ടിയിൽ മാഹീൻ എത്തിയപ്പോൾ അവിടുത്തെ വമ്പിച്ച ജീവിത ചെലവ് അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി. ഇവിടെ വന്നാൽ പോക്കറ്റ് കാലിയാവും എന്നാണ് മാഹീൻ പറയുന്നത്. പല രാജ്യങ്ങൾ ജിബൂട്ടിയിൽ മിലിറ്ററി ബേസ് തുടങ്ങിയതുകൊണ്ട് പട്ടാളക്കാരുടെ വരവും പോക്കും ജീവിത ചെലവ് വല്ലാതെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത രാജ്യമായ എത്യോപ്യയിൽ അദ്ദേഹം എത്തിയപ്പോൾ എത്യോപ്യൻ റെഫ്യൂജികളുടെ കൂടെ യുദ്ധമേഖലയിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഒരവസരവും അദ്ദേഹത്തിന് ലഭിച്ചു. പിന്നീട് മാഹീൻ സുഡാനിലേക്കാണ് പോകുന്നത്. ഈജിപ്ത് സുഡാൻ ബോർഡർ അദ്ദേഹം നൈൽ നദിയിൽ കൂടിയാണ് ക്രോസ് ചെയ്യുന്നത്. മാഹീൻ ഈജിപ്തിൽ പോയത് സൗദി അറേബ്യയിൽ നിന്ന് ചെങ്കടൽ മുറിച്ചു കടന്നാണ്. ഒരു ഇന്ത്യക്കാരൻ ഒരുപക്ഷെ ഇതുവരെ ഉപയോഗിക്കാത്ത അപകടകരമായ രീതിയിൽ കടത്തുവഞ്ചിയിൽ ചെങ്കടൽ മുറിച്ചു കടന്ന് മാഹീൻ സൗദി അറേബ്യയിൽ നിന്ന് ഈജിപ്തിലെത്തുന്നു. മാഹീൻ്റെ ഹീറോ ബെന്യാമിനാണ്. നിങ്ങളൊരു കാര്യം അനുഭവിക്കുന്നത് വരെ അതൊരു കെട്ടുകഥയായി നിലനിൽക്കുമെന്നാണ് ബെന്യാമിൻ പറഞ്ഞത്. മാഹീന് ഏറ്റവും ഇഷ്ടപ്പെട്ട കൊട്ടേഷനും ഇതുതന്നെയാണ്. മാഹീൻ പലസ്തീനികളെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് കേരളത്തിൽ കുറേയധികം വിമർശനം നേരിടേണ്ടി വന്നു. എന്നാൽ മാഹീൻ പറയുന്നത് സ്വാതന്ത്ര്യം ആവശ്യമുള്ള ഒരു ജനതയാണ് പലസ്തീനികളെന്നും അവരുടെ ഭാഗത്താണ് നീതിയെന്നും അതുകൊണ്ട് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നുവെന്നുമാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി മഹാത്മാഗാന്ധി പോരാടിയ കാലത്തെയാണ് മാഹീൻ പലസ്തീൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെ താരതമ്യം ചെയ്യുന്നത്. താൻ യാത്ര ചെയ്യുന്നത് മറ്റുള്ള സംസ്കാരങ്ങളുടെ പെർസ്പെക്റ്റീവ് മനസ്സിലാക്കാനാണെന്നും കേരളത്തിൽ മാത്രം ജീവിച്ചാൽ ഒരൊറ്റ പെർസ്പെക്റ്റീവ് മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ എന്നും മാഹീൻ ചൂണ്ടിക്കാണിക്കുന്നു. അദ്ദേഹം കാഴ്ചകൾ കാണാൻ വേണ്ടിയല്ല യാത്ര ചെയ്യുന്നത്. യാത്ര അദ്ദേഹത്തിന് ഒരു പാഷനാണ്, എക്സ്പീരിയൻസ് ആണ് അദ്ദേഹത്തിന് വേണ്ടത്. പോകുന്ന സ്ഥലത്തൊക്കെ ധാരാളം ഗേൾ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുന്ന മാഹീൻ്റെ സാമർഥ്യം മലയാളികൾക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രണയത്തെക്കുറിച്ച് തനിക്ക് ആദ്യമുണ്ടായിരുന്ന സങ്കല്പമല്ല ഇപ്പോഴുള്ളതെന്ന് മാഹീൻ പറയുന്നു. നിരന്തരമായ യാത്രകൾ ഒരാളുടെ വ്യക്തിത്വത്തെ മാറ്റിമറിക്കുവാൻ സാധിക്കും എന്നും മാഹീൻ കൂട്ടിച്ചേർക്കുന്നു. കേരളത്തിൽ വളരെയധികം വിവാദങ്ങളുണ്ടാക്കിയ ഒരു സഞ്ചാരിയാണ് മാഹീൻ. എങ്കിലും കേരളമാണ് അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ ഏറ്റവും സുരക്ഷിതമായ സ്ഥലമെന്ന് മാഹീൻ ചൂണ്ടിക്കാണിക്കുന്നു. ഉത്തരേന്ത്യയിൽ സ്വന്തം അഭിപ്രായം തുറന്നു പറയുന്നത് അപകടകരമായിരിക്കുമെങ്കിലും കേരളത്തിൽ എന്ത് വേണമെങ്കിലും പറയാവുന്ന ഒരു സാഹചര്യമുണ്ടെന്നും മാഹീൻ എടുത്തു പറയുന്നു. മാഹീൻ്റെ ശൈലിയിലുള്ള യാത്ര നമ്മളിൽ പലർക്കും ചെയ്യുവാൻ പറ്റുകയില്ല. ഒരുപാട് ദൂരം നടക്കുകയും ഭാരമുള്ള ബാക്ക് പാക്ക് ചുമക്കുകയും
ഹോട്ടലിൽ താമസിക്കുന്നതിന് പകരം വഴിയോരത്ത് ടെന്റ് കെട്ടി താമസിക്കുകയും വിമാനത്തിൽ പോകുന്നതിന് പകരം ലോറിയിൽ ചെക്ക് പോസ്റ്റ് മുറിച്ചു കടക്കുകയും ചെയ്യുന്ന മാഹീൻ്റെ രീതി അസാധാരണമായ ക്ഷമയും ശാരീരിക പരിശീലനവും ഉള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. കൂടുതൽ കഷ്ടപ്പാടുകൾ ഉണ്ടാവുമ്പോൾ കൂടുതൽ അനുഭവം ലഭിക്കുമെന്നാണ് മാഹീൻ പറയുന്നത്. മാഹീനെ മലയാളികൾ വിളിക്കുന്നത് ജൂനിയർ സന്തോഷ് ജോർജ് കുളങ്ങര എന്നാണ്. എന്നാൽ ഈ വിശേഷണം മാഹീനെ സന്തോഷിപ്പിക്കുന്നില്ല. ഞാൻ സന്തോഷ് ജോർജ് കുളങ്ങരയെ പോലെയുള്ള ഒരു സഞ്ചാരിയല്ലെന്നും അനുഭവങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യുന്ന ആളാണെന്നും മാഹീൻ ഓർമ്മിപ്പിക്കുന്നു. സന്തോഷ് ജോർജ് കുളങ്ങര ഒരു ഡോക്യുമെൻ്ററി നിർമ്മാതാവ് മാത്രമാണെന്നും മാഹീൻ നമ്മെ പറഞ്ഞു മനസ്സിലാക്കുന്നു. ഞാനൊരു ജൂനിയർ സന്തോഷ് ജോർജ് കുളങ്ങര എന്നറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്നും ജൂനിയർ ഇബ്നു ബത്തൂത്ത എന്നറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നതെന്നും മാഹീൻ പറയുന്നു.